നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കവുങ്ങ് എൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഉള്ളതാണ്. അങ്ങനെ ഇരിക്കെ 2 ദിവസം മുന്നേ നമുക്ക് ഈ ഒരു കവുങ്ങിൻ്റെ ചവിട്ടിൽ നിന്ന് ഒരാളെ കിട്ടി. ഏകദേശം ആ ഒരു ഹൈറ്റിൽ നിന്ന് താഴെ ഈ ഒരു കവുങ്ങിൻ്റെ ഈ ഒരു മൂട്ടിക്കിടന്നാണ് നമുക്ക് ആ ഒരു ഐറ്റത്തെ കിട്ടിയത്. ഭയങ്കരമായിട്ടുള്ളൊരു കരച്ചിൽ കേട്ടാണ് നമ്മൾ ചെന്ന് നോക്കുന്നത്. അന്നേരമാണ് നമ്മൾ ആ ഒരു സാധനം എന്താണെന്ന് അറിയുന്നതും. എന്തായാലും ആ ഒരു സാധനം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ അങ്ങ് കാണിച്ചു തന്നേക്കാം. അങ്ങനെ എന്തായാലും കിട്ടിയ ആളെ നമ്മൾ കണ്ട് ഈ ഒരു കൂട്ടിലോട്ട് ഞാൻ ആക്കിയിട്ടുണ്ട്. എന്തായാലും രക്ഷിച്ചെടുത്തില്ലായിരുന്നെങ്കിൽ ആളുടെ കാര്യം ഏകദേശം ക്ലിയർ ആയേനെ. എന്തായാലും നമ്മൾ രക്ഷിച്ചത് കൊണ്ട് ഇപ്പോഴും ആൾ ജീവനോട്ടിരിക്കുന്നു. എന്തായാലും നമുക്കിത് ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് ആളെ ഒന്ന് നോക്കാം. ഇപ്പം ആൾ നല്ല ഉറക്കത്തിലാണ്. നമ്മൾ ജസ്റ്റ് 2 തുണിയൊക്കെ വെച്ച് കൊടുത്തായിരുന്നു. കാരണം ആൾ നല്ലപോലെ പേടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എന്തായാലും ജസ്റ്റ് ഒരു കൂടുള്ളതുകൊണ്ട് നമുക്ക് ഈ കൂടുതൽ വിടാനും പറ്റി. വേറെ നമ്മുടെ കയ്യിൽ ബേസ് ബോർഡ് വെട്ടിയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അവിടെ ഇട്ടിരുന്നെങ്കിൽ എന്തായാലും നമ്മുടെ വീട്ടിലുള്ള പട്ടിക്കുട്ടികൾ അതിനൊരു തീരുമാനമാക്കി. എന്തായാലും ഇതിനകത്തുണ്ട് ആൾ. അനക്കമൊക്കെ കേൾക്കാം. എവിടെടി അതേണ്ട കൈസ് തേണ്ടിരിക്കുന്നു. നമ്മുടെ ഗെയിമാ കണ്ടോ കൈസ്. അത്യാവശ്യം വലിപ്പമുണ്ട്. വലിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഇച്ചിരി ഇതാണ്, ഭയങ്കര കൊച്ചൊന്നും അല്ല. പിന്നെ നല്ല നമ്മൾ വിട്ട് കഴിഞ്ഞാൽ മീൻസ് തറയിൽ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്പീഡാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഇപ്പോൾ കുറച്ച് പാലും പിന്നെ ചെറിയ പഴവും ഒക്കെ കൊടുത്ത് ഇങ്ങനെ ആളെ വെച്ചേക്കുവാണ്. അപ്പോൾ ആൾ ഉച്ചയ്ക്കുള്ള പാലൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു കിഴി പോലെ ഈ ഒരു തുണി ഇങ്ങനെ ചുറ്റി കൊടുക്കും. അപ്പോൾ ആ ഒരു തുണിക്കകത്ത് സുഖിച്ചിങ്ങനെ ഇരുന്നോളും ആൾക്കാർ. അത് കണ്ടോ നമ്മുടെ അടുത്തോട്ട് നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മുടെ അടുത്തൊക്കെ വരും. പിന്നെ ഏതാണ്ട് കണ്ടോ ജസ്റ്റ് നമ്മളൊന്ന് കൈ കാണിച്ചേയുള്ളൂ, അപ്പോഴേക്ക് നമ്മുടെ കയ്യിലോട്ട് വരെ കയറി കഴിഞ്ഞ് കണ്ട. ഇവനാണ് നമ്മ പറഞ്ഞ ആള്. ഇച്ചിരി കൂടെ ഒന്ന് വലുതാവാനുണ്ട്. ഇപ്പം വിട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആളങ്ങ് പോകും കേട്ടോ. കാരണം ഇവിടൊക്കെ അവരുടെ ടീംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും പെട്ടെന്ന് വിടുന്നില്ല. എന്തായാലും വിട്ട് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പിടിക്കുമെന്ന് 100% ഉറപ്പാണ്. അപ്പം നമുക്കങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ആള് സേഫായിട്ട് ഇരിക്കുമോ എന്നുള്ളത് നമുക്കൊരു ഉറപ്പുമില്ല. കണ്ടോ ഇച്ചിരിയേ ഉള്ളൂ. കണ്ടോ ആള് ഭയങ്കര ക്യൂട്ടാണ്. പിന്നെ നമ്മൾ ഇതിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നൊന്ന് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ആൾ കിടന്ന് കരയും. ഗീ എന്നെങ്കിലും അണ്ണാൻ കരയത്തില്ല, അതേപോലെ അങ്ങ് കിടന്ന് കരഞ്ഞോണ്ടിരിക്കും. അതേപോലെ പിന്നെ നമ്മൾ കണ്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കാണിച്ച് നമ്മുടെ കയ്യിലോട്ട് പിന്നെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഒന്ന് ജസ്റ്റ് നമ്മൾ ഇതറിഞ്ഞോ പിന്നെ നമ്മൾ പറയുന്നത്. ഇപ്പം ഞാൻ ഇവിടെ വെച്ചേക്കുക കണ്ടോ, എൻ്റെ അടുത്തോട്ട് എപ്പോഴും അങ്ങ് വരും. എന്തായാലും ഇപ്പം ചെറുതായിട്ട് നമ്മൾ പാലും പിന്നെ പാലിനകത്ത് കുറച്ച് പഞ്ചാരയൊക്കെ ഇട്ടാണ് കൊടുക്കുന്നത്. ആള് ആദ്യമൊന്നും പാല് കുടിക്കാനേ കൂട്ടാക്കുന്നില്ലായിരുന്നു. കാരണം പെട്ടെന്ന് ആ ഒരു തള്ളയുടെ പാല് ഇല്ലാതായപ്പോഴത്തേക്കും വേറൊരു ഇത് കൊടുത്തപ്പോഴത്തേക്കും അതിനെന്തൊരു സ്വാദ് വ്യത്യാസം എന്തെങ്കിലുമൊക്കെ തോന്നിക്കാണും. എന്തായാലും ആള് നമ്മൾ പിന്നെ പഞ്ചാരയിട്ട് കൊടുത്തപ്പോഴത്തേക്കും നൈസായിട്ട് കുടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അണ്ണാനെയൊക്കെ വളർത്തിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇതേപോലെ കിട്ടിയിട്ടുള്ളതാണ്, നമ്മളത് അതിനെ ഇതേപോലെ വിട്ടിട്ടുള്ളതാണ് അത്യാവശ്യം വലുതാക്കിയൊക്കെ. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിനെ കിട്ടിയപ്പോഴും വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ആളെ റെഡിയാക്കി എടുക്കാമെന്ന് ഉണ്ടായിരുന്നു. പിന്നെ അത്രയും ഹൈറ്റ്, നിങ്ങൾ ആ ഹൈറ്റ് ഒന്ന് കണ്ടു കേൾക്കണം. ആ ഒരു കവുങ്ങിന്ന് അത്രയും ഹൈറ്റിൽ നിന്ന് വീണിട്ടും ആൾക്കൊന്നും പറ്റിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. നൈസായിട്ട് തന്നെ ആള് കണ്ടോ. ആൾക്ക് ആ അണ്ണാൻ്റെ ആയിട്ടുള്ള ആ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ പ്രായത്തിലും. നമ്മൾ ജസ്റ്റ് കൈയൊന്നും ഇവിടെ വേണം കണ്ട. എനിക്കറിയത്തില്ല, ഇപ്പം ഞാൻ വെളിയിലാണ് നിൽക്കുന്നത്, എങ്ങോട്ടെങ്കിലും ചാടിക്കഴിഞ്ഞാൽ പണിയുമാണ്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അടുത്ത് കൈയൊന്ന് വെക്കുവാണ്. കാരണം എങ്ങോട്ടെങ്കിലും ചാടിക്കഴിഞ്ഞാലും സ്വന്തം ഇഷ്ടത്തിനൊക്കെ ഓടും, അത് വേറെ കാര്യം. പിന്നെ ഓടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയുമാണ്. പുറകിന് നമ്മൾ പിടിക്കാൻ പോകണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അകത്താക്കും ഇതിനെ. ഇവരെ എൻ്റെ കയ്യിലോട്ട് കയറിയിട്ടുണ്ട്, ഇപ്പുറത്തെ കയ്യിലോട്ട് കയറിയിട്ടുണ്ട്. അങ്ങ് ആളൊരു നേരം വെറുതെ ഇരിക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പുരിപുരാന്ന് ചെയ്തുകൊണ്ടിരിക്കും കണ്ടാ. അപ്പം എൻ്റെ കയ്യിലോട്ട് വന്നിട്ടുണ്ട്. എന്തിനാന്നുള്ള ഭാവം, ചാടാനാണോ എന്നെ നോക്കുന്നുണ്ട്. എന്നെ ചാടാനായിരിക്കും മിക്കവാറും കേട്ടോ. ഭയങ്കര കുസൃതിയാണ്. കുറച്ച് മുമ്പേ ഉള്ളൂ നമ്മൾ പാല് കൊടുത്തത്, അല്ലെങ്കിൽ നമ്മൾ പാല് കൊടുക്കുന്ന വിഷയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു. എന്തായാലും ഇത്രയും സൈസിൽ മറ്റേ മുട്ടപ്പരുവത്തിലൊന്നും കിട്ടാഞ്ഞ കാര്യമായി. കാരണം അത് കുറച്ച് പാടാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തത്, അങ്ങനെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാം. അതുപോലെ അത്രയും ഹൈറ്റിൽ നിന്നൊക്കെ വീഴുമ്പോഴത്തേക്കും കിട്ടത്തില്ല. കാരണം ഓൾമോസ്റ്റ് ഡെഡ് ആവും. ഒന്നും ആവാത്ത പരുവാകുമ്പോൾ, ഒരു കണ്ണുപോലും വിരിയാത്ത പരുവാകുമ്പോഴത്തേക്കും അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. പിന്നെ ഇതെങ്ങനെ രക്ഷപ്പെട്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എനിക്കും അറിയില്ല. ആദ്യം നോക്കുമ്പോഴത്തേക്കും കിടന്നെന്തോ കരയുന്നു. അപ്പം പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും എന്തോ ഒരു ഭാവം കാണിക്കുന്നുണ്ട്. ചാടാനാന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ എന്തായാലും കയ്യിലോട്ട് വെച്ചിട്ട് നേരെ കാണിക്കും. ചാടാന 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 ചാടാന
ക്യാമറയോട് എന്തോ ആള് ചെയ്യുന്നുണ്ട്. താഴെ നമ്മുടെ പട്ടി വന്നിപ്പുണ്ട്. അവൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, ഇതിനെ കിട്ടി അപ്പം എടുത്തോണ്ട് ഓടും. എന്തേലും കടിച്ചോ പറിച്ചോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ അതുകൊണ്ട് നമുക്ക് താഴെയും വിടാനും പറ്റത്തില്ല. പിന്നെ മരത്തിലോട്ടൊക്കെ വിട്ട് കഴിഞ്ഞാൽ പോകും. നമ്മൾ നേരത്തെ പോലെ മരത്തിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ പോകും. പക്ഷേ ഇത് സർവൈവ് ചെയ്യുമെന്ന് അറിയില്ല, കുറച്ചുകൂടെ ഒന്ന് ആവട്ടെ. ഇപ്പം തന്നെ അത്യാവശ്യം ആള് നല്ല ഇതാണ്, ആക്റ്റീവാണ്. പിന്നെ ഇപ്പം നമ്മൾ വെള്ളോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നോക്കുക, തൊട്ടുപുരണ്ടി പട്ടിയുണ്ട്. മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇപ്പോൾ കിട്ടിയത് കൊണ്ട് ഇടാനൊരു സാധനം ഉള്ളത് കാര്യമായി. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഒരു കിളിക്ക് വേണ്ടി വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ആ കിളിയൊക്കെ ചത്തുപോയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇതങ്ങ് മാറ്റി വെച്ചുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഒരാളെ കിട്ടിക്കൊണ്ട് നമുക്ക് ഇടാൻ പറ്റി. അല്ലെങ്കിൽ ഇയാളെ എവിടെ പോയി ഇട്ടേനെ? ഇയാളെന്തായാലും വല്ല ബോക്സിനകത്തോ എവിടെയെല്ലാം കിടന്നില്ല. പക്ഷെ നമുക്കത് സേഫും അല്ല. പിന്നെ ഇവിടെ താഴെ കൂടെ തന്നെ ഇപ്പം മരമൊക്കെ നടക്കുന്നതുകൊണ്ട് അത്ര സേഫ് ഒട്ടുമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും കെയർ ചെയ്ത് വേണം ഇതിനെ വെക്കാൻ വേണ്ടി. എങ്ങാനും ഇത് ചാടിപ്പോയി കഴിഞ്ഞാൽ ഇപ്പം മറവായി പെട്ട് കഴിഞ്ഞാൽ തീർന്നു, പിന്നെ കാര്യം ഒന്നും പറയണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ സേഫായിട്ട് സെക്യൂറായിട്ട് ഒരിടത്ത് തന്നെ വെച്ചേക്കുക. കിട്ടിയ ഒരു 2-3 ദിവസം നമ്മളാണെങ്കിൽ ഇവിടെയൊക്കെ വന്ന് നോക്കുമായിരുന്നു. കാരണം ഇവിടെയൊക്കെ വന്ന് ജസ്റ്റ് ആ ഒരു കൂടൊന്ന് വെക്കുമായിരുന്നു. എങ്ങാനും ഇതിൻ്റെ തള്ള വരുവാണെങ്കിൽ കൊണ്ടുപോട്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു പരിപാടി നടക്കത്തില്ല. കാരണം നമ്മളത് 2 ദിവസം നമ്മൾ ട്രൈ ചെയ്തു. ഇപ്പോൾ ഇതിനെ കിട്ടിയിട്ട് ഏകദേശം ഒരു 3-4 ദിവസത്തോളം ആവുന്നു. അപ്പം നമ്മൾ അന്നേരം ട്രൈ ചെയ്തത്, പക്ഷേ ഒട്ടും തന്നെ അത് വർക്കൗട്ടും ആയില്ല. അപ്പം ആളെ വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വേണമെങ്കിൽ അങ്ങ് പോവും. പക്ഷേ ഇപ്പോൾ ആള് നാട്ടു പോകാനുള്ള അത്ര ഇതായിട്ടില്ല. അപ്പം കണ്ടറിയാം, ചെറിയൊരു കുഞ്ഞാണ്. എന്തോ ഒന്ന് ആള് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളിപ്പം എന്നെ വെച്ചേക്കൊണ്ട് താഴെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ്. കാരണം പട്ടിയുള്ളതുകൊണ്ട് അവൻ വന്ന് ഒറ്റ അടിക്ക് റാഞ്ചിക്കൊണ്ട് പോകും. കണ്ട, ഒറ്റ അടിക്ക് റാഞ്ചിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യം തീരുമാനമാവും. പിന്നെ കോളർ അടിയിൽ കയറി. ഇപ്പം ആൾക്ക് ജസ്റ്റ് കെയറിങ്ങൊക്കെ കിട്ടേണ്ടതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നമ്മളതില്ലേ കൂടിനകത്ത് ചെറുതായിട്ട് തുണി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തുണിക്കകത്ത് ഇങ്ങനെ കയറി ഇരിക്കും. അപ്പം ജസ്റ്റ് എൻ്റെ ദേഹത്തോട്ട് ഇങ്ങനെ ആ ഒരു കോളറിൻ്റെ ഇടയിലോട്ടും ഇങ്ങനെ കയറി ഇരിക്കുകയാണ്. പിന്നെ എന്തായാലും നമുക്ക് പിടിച്ച് കൂട്ടിലാക്കാം. എന്തായാലും ആളെ നമ്മൾ രക്ഷിച്ചെടുത്തിട്ടുണ്ട്. വലിയ പരിക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് മെയിനായിട്ട് രക്ഷിക്കാൻ പറ്റിയത്. വലിയ പരിക്കൊക്കെ ഉണ്ടെങ്കിൽ ആളുടെ കാര്യം അത്ര സുഖമില്ലായിരിക്കും. അപ്പം വലിയ പരിക്കില്ലാത്തതുകൊണ്ട് നമുക്ക് രക്ഷിക്കാനും പറ്റി. പിന്നെ നമ്മൾ തീറ്റയുടെ കാര്യത്തിൽ നമുക്ക് ആദ്യം ചെറിയൊരു എന്ന് വെച്ചാൽ ഒന്നും എടുക്കുന്നില്ല, പാല് പോലും കൊടുത്തിട്ട് കുടിക്കുന്നില്ല. പിന്നെ നമ്മൾ ഒരടവ അങ്ങോട്ട് പ്രയോഗിച്ച് ഇച്ചിരി പഞ്ചസാര അങ്ങോട്ട് ഒഴിച്ച് ഒന്ന് കലക്കിയും കൊടുത്തപ്പോഴത്തേക്ക് ആൾ നൈസായിട്ട് തട്ടുന്നുണ്ട്. അപ്പോൾ ആൾക്കത് ഭയങ്കര കാര്യമായി. പിന്നെ പഴവും തിന്നുന്നുണ്ട്. വേറെ ഫുഡ് ഐറ്റംസൊന്നും തിന്നാറ് ആൾക്ക് ഭയങ്കര ഇതായിട്ടില്ല. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ആൾ തിന്നുന്നത്. നമ്മളിങ്ങനെ നടന്നാൽ നമ്മുടെ കൈ നാട്ടി ഇങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്തോ സൂക്ഷിച്ചിങ്ങനെ നോക്കും, എന്തോ കണ്ട് പേടിച്ച പോലെ. എന്തായാലും നമുക്ക് കൂട്ടിലോട്ട്, പക്ഷേ ഒരു കാര്യം കൂട്ടിലോട്ട് തന്നെ നമ്മൾ വിടാൻ നേരം ഭയങ്കര മടി ആൾക്ക് കൂട്ടിക്കയറാൻ. ജസ്റ്റ് ഇറങ്ങാൻ കണ്ടല്ലോ, ഇറങ്ങാൻ നൈസായിട്ട് ഇങ്ങനെ വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വിടത്തില്ല. കണ്ടോ എൻ്റെ ഏതെങ്കിലും ഒരു വിരലെ കയറി പിടിക്കും. കണ്ടോ നമ്മളെ വിടാൻ എത്ര നോക്കിയാലും കണ്ട് മനസ്സിലായി. ഞാൻ അടച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പം വിളിച്ചാടിയനെ. എന്തായാലും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇവനകത്ത് ഇടാൻ പറ്റി. കണ്ട എന്തുവാടേ, പോയി കിടന്നുറങ്ങടേ. നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാതെ വെച്ച് എന്തായാലും ആളെ കിട്ടിയപ്പം എന്തോ ജയിലിലായി കിടക്കുന്ന കുറ്റവാളിയെ പോലെ. അവിടെ ഇറങ്ങാൻ കടന്ന് കാണിക്കുന്ന കാണീര് കണ്ടോ, എന്തോ കാണിക്കുന്നത്. തുറന്ന് കണ്ടോ കയ്യിലോട്ട് കയറി. ഇതാണ് ആളുടെ പരിപാടി. കയ്യിരിക്കണം, ഒന്നെങ്കിൽ നമ്മുടെ കൂട്ടിരിക്കണം, കയ്യിലിരിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയാണ്. പക്ഷേ നമ്മളത് പ്രത്യേകിച്ച് പഠിപ്പിച്ചൊന്നുമല്ല. ജസ്റ്റ് നമ്മൾ പാല് കൊടുക്കാനും അതിനൊക്കെ ജസ്റ്റ് കയ്യിലോട്ട് ഇങ്ങനെ എടുക്കുമായിരുന്നു. അതിനുവേണ്ടി മാത്രം നമ്മൾ എടുക്കും. പിന്നെ അല്ലാത്തപ്പം നമ്മൾ കേട്ടോ പിന്നെയും വന്നു. ആൾക്കറിയാം ഇതാ ഇപ്പം മെയിൻ എൻട്രൻസ് എന്ന് ഇതാണെന്നറിയാം. എങ്ങനെയാണെങ്കിലും പുറത്തിറങ്ങാനാണെങ്കിലും ഇങ്ങനെയാണെന്നറിയാം. അതുകൊണ്ട് ഇവിടെ വന്നങ്ങ് പറ്റിയങ്ങിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുവാണ്. അടുക്കട് കയറിപ്പോന്നുണ്ടോ, നല്ല ആക്റ്റീവാണ് അത്. പിന്നെ പലരും പറയാറുണ്ട് അണ്ണാൻ കടിക്കും, അണ്ണാനെ കയ്യിലെടുക്കരുത്, അത് കടിക്കും, അള്ളും മാന്തും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ
ഇതിന്റെ നഖം ഇച്ചിരി ഷാർപ്പാണ് കണ്ടോ, നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പൊ ആ ഒരു നെറ്റെ പിടിച്ച് കയറി പോകുമ്പോൾ തന്നെ ആൾക്ക് ആ ഒരു നഖത്തിന്റെ ആ ഒരു കണ്ടോ, ഇതിലിപ്പോൾ പ്രത്യേകിച്ച് കാണാനായിട്ട് കണ്ടോ, കാണിക്കാൻ പറ്റത്തില്ല. എന്നാലും നല്ല ഷാർപ്പാണ്. എന്നാലും നമ്മുടെ കയ്യിലൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു മുള്ളു പോലെ ഇങ്ങനെ കുത്തുന്ന പോലെ തോന്നത്തുള്ളൂ, അല്ലാതെ അതുകൊണ്ട് വലിയ മുറിവോ എന്താ ഒന്നും സംഭവിക്കത്തില്ല. പിന്നെ കടിക്കുന്ന കാര്യം, ആൾ ഇതുവരെ കടിക്കുന്ന ഒരു ടെൻഡൻസി നമ്മളെ ഒന്നും കാണിച്ചിട്ടില്ല, അതോ കടിക്കുമോ അങ്ങനൊന്നും കാണിച്ചില്ല. പിന്നെ നമ്മൾ ഇത്രയും നാൾ നമുക്ക് ഇടയ്ക്ക് കുറേ അണ്ണാനൊക്കെ കിട്ടിയിട്ടുണ്ട്, അതൊന്നും നമ്മളെ കടിക്കുമോ അല്ലെങ്കിൽ ആളുവോ അങ്ങനെയൊന്നും നമുക്ക് ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് വലിയ രീതിയിലൊക്കെ പേടിക്കൊന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഇതിനൊക്കെ എടുക്കുവാണെങ്കിൽ നമ്മൾ എന്തായാലും ഇപ്പോൾ പട്ടിയെ പിടിക്കുവാണെങ്കിലും ഏത് ജീവി എടുക്കുവാണെങ്കിലും നമ്മൾ കൈയിട്ട് സോപ്പിട്ടൊക്കെ കഴുകും. അപ്പം ഡെറ്റോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടങ്ങ് കഴുകിയാൽ മതി. അത് എന്തായാലും നമ്മൾ ജസ്റ്റ് എടുക്കുവാണെങ്കിൽ പോലും അത്രയ്ക്ക് പേടിയുള്ളവരാണെങ്കിൽ പോലും അങ്ങനെയൊക്കെ ഇട്ടങ്ങ് കഴുകിയാൽ മതി. എന്തായാലും ആള് നമുക്ക് വലിയൊരു ഉപദ്രവമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നൈസാണ് കണ്ടോ. ഇപ്പം നമ്മൾ ഈ ഇറക്കിയ കൊണ്ടാണ് ഇപ്പം ഇത്രേ ഇത് കാണിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു തുണിയിലോട്ട് പോയി ചുരുണ്ട് കൂടി കിടക്കും. അതാണിപ്പം കേട്ടോ, വലിയ മരം കയറി. എന്തായാലും ആളെ കുറച്ചുകൂടെ ഒന്ന് വലുതായിരുന്നു. നമുക്ക് ഈ ഒരു കൂട്ടിലിടണമെന്നൊന്നും ആഗ്രഹമില്ല, പക്ഷേ ഈ ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് ഇതിലിടാതെ വേറെ വഴിയുമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്തായാലും നമുക്കിതിനെ പുറത്ത് വിടുകയും ചെയ്യണം. ഇതുങ്ങളൊന്നും അങ്ങനെ കൂട്ടിക്കിടക്കേണ്ടവരൊന്നും അല്ല. എന്തായാലും നമുക്ക് ഒന്ന് രക്ഷിച്ചെടുത്തതേ ഉള്ളൂ. അപ്പം ഉടനെ തന്നെ ആൾക്കൊരു പരിക്കും വേറെ പരിപാടിയൊന്നും ഉണ്ടാക്കേണ്ടെന്ന് വെച്ചാണ് നമ്മൾ ഈ കൂട്ടിലോട്ട് ഇടുന്നത്. പിന്നെ ഇടയ്ക്ക് അത്യാവശ്യം നമ്മൾ പുറത്തിറക്കും. പിന്നെ ആൾ ഇച്ചിരി കൂടെ ഒന്ന് ആവാറാവോ അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ മാറ്റം കണ്ടു തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ പെതിയെ എങ്ങോട്ടെങ്കിലുമൊക്കെ റിലീസ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ആൾ പോകുന്നെങ്കിൽ പൊക്കോട്ട്, അങ്ങനെയാണ് അങ്ങോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ ഒരു ടൈമിൽ വിട്ട് കഴിഞ്ഞാൽ ആൾ സർവൈവ് ചെയ്യുമെന്ന് നമുക്കൊരു ചെറിയൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കിട്ടിയ ടൈമാണെങ്കിൽ ഒട്ടും വയ്യായിരുന്നു, കാരണം ഇങ്ങനെ കുനിഞ്ഞു കുത്തി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. കാരണം അത്രയും ഹൈറ്റിൽ നിന്ന് വീണുകൊണ്ട്, നിങ്ങൾ ആ ഹൈറ്റ് കണ്ടതല്ലേ, അത്രയും ഹൈറ്റിൽ നിന്ന് വീണുകൊണ്ട് കുനിഞ്ഞു കുത്തി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ അവിടെ നിന്നാണ് ഇത്ര നട്ട് ചാടി മറിഞ്ഞ് നടക്കുന്നുണ്ടോ, ഇത്രയെങ്കിലും ആയത് ശരിക്കും പറഞ്ഞ ആൾ. അല്ലെങ്കിൽ ആളുടെ കാര്യം തീരുമാനമായതിന്.